ഒരു കാലിച്ചായക്ക് പോയതാണ്. എന്താ പൊറാട്ട. എന്ത് ചായ? ലൈറ്റ് ചായ. ഇതാണ് വ്യൂ പോയിന്റ്. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ യൂട്യൂബിൽ അങ്ങനെ ബ്ലോഗൊന്നും ഇടാറില്ല, ഷോർട്സാണ് കൂടുതലും ചെയ്യാറ്. അപ്പോൾ ഇന്നൊരു മിനി ബ്ലോഗ് ഇടാനായിരുന്നു. അപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല തോർന്ന് നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ. അപ്പോൾ മിന്നൂസിനൊരു പൂതി ചുരത്തുമ്പോൾ പോയിട്ടേ ചായ പിടിക്കണത്. അപ്പോൾ ചായ പിടിക്കാൻ പോവാണ്. മിന്നൂസേ, എന്ത് ചായ എനിക്ക് വേണ്ടി? ചുരത്തുമ്പോൾ എന്ത് ചായയാണ്? ചുരത്തുമ്പോൾ അടിപൊളി ചായ കിട്ടും. അപ്പോൾ നമുക്ക് പോയോക്കാം കേട്ടോ. ഓക്കെ. ഇതേ നമ്മളെ അയലോകത്ത് കുട്ടി കേട്ടോ. നമ്മളെ ഭയങ്കര ഫാനാണ് ചെക്കോ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാൻ പറയേ. എൻ്റെ ചാനൽ പറഞ്ഞു കൊടുക്കേ. ഓടി ഓനെന്നെ കണ്ടാലേ എപ്പോഴും ഈ ഗേറ്റിൻ്റെ അവിടെ വരും കേട്ടോ. ഈ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് പറയും, കാക്ക യൂട്യൂബിൽ വീഡിയോസ് കാണാറുണ്ട്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ. അത് അപ്പം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചാനലിൻ്റെ പേരെന്താണെന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അപ്പം അമ്മ ഞങ്ങൾ പോവാം. ഉമ്മ ഉണ്ടല്ലേ, പാവുണ്ട്. കോടല്ലാത്തതുകൊണ്ട് ഉമ്മാക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. അടുത്ത പോക്കും മണി കൊണ്ടാണ് എന്നെ കൊണ്ടുപോകും. എന്നാ വാ കേറി. ആദ്യം നമുക്ക് എണ്ണ അടിക്കാൻ പോവാം. എണ്ണ അടിച്ചിട്ട് വേണം ചുരം കയറാൻ. നടുകാണിച്ചുരം. ഞങ്ങളിപ്പോ വൈകുന്നേരം പോണത്. വൈകുന്നേരം ഒരു 5:30 കഴിഞ്ഞിട്ട് എനിക്ക് ക്ലാസ് ഉണ്ട്. ഇനി ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് പോണത്. ചിലപ്പോ അവിടെ എത്തുമ്പോ ലൈറ്റ് കുറവേക്കാരം. കുറയാൻ ചാൻസ് ഉണ്ട്. എന്തായാലും പോയോ. ഞങ്ങള് വൈക്കടവെത്തി. വൈക്കടവ് സ്റ്റാൻഡ് കഴിഞ്ഞു. ഇവിടെയാണ് മെയിൻ. അതിന് ഇപ്പൊ ചോരിറങ്ങി ടൂറൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരൊക്കെ ചെക്ക് പോസ്റ്റ്. അങ്ങനെ ഒന്നാം വളവെത്താനായില്ലേ? ഇത് പോണ വഴിക്കടന്ന് ഊട്ടിക്കൊക്കെ പോകുമ്പോ ആനയുണ്ട്, സൂക്ഷിക്കുക. പിന്നെ ചുരം പിന്നെ കാണാനില്ലാതെ ചുരം കയറുമ്പോ തന്നെ ക്ലൈമറ്റ് അത് ചേഞ്ച് ആവും. അത് വേറെ കണ്ടാറി തണുപ്പ്. പിന്നെ മറ്റേ തേൻപാറല്ലേ ആക്കോ ചിത്രങ്ങളൊക്കെ വരച്ചത്. ആ ചിത്രമൊക്കെ പോയില്ലേ? കൊറേ ആയില്ലേ? ആനയുണ്ട്, സൂക്ഷിക്കുക. ഏറ്റവും കൂടുതൽ അതാ കോട ഇറങ്ങുന്നില്ലേ? അടിപൊളി വ്യൂ ആയിട്ട്. താമരശ്ശേരി ജില്ലയിൽ ഒന്നുകൂടെ ഉണ്ടാവൂലേ വ്യൂസ്?
പോയി പോയി എവിടെ എത്തും കാക്കോ? ആന വരുന്ന ഏരിയ ഇട്ടതൊക്കെ ആൾക്കാരില്ലോടത്ത് പോയി നിക്കുക. അവിടെ ആനയും പേരിക്കാരും. ഞങ്ങളങ്ങനെ നാടുകാണി എത്തിയില്ല കേസ്. അതിന് മുമ്പ് തന്നെ തിരിച്ചു. ഇനി അങ്ങോട്ട് പോയാൽ ചിലപ്പോ നേരം നേരം വൈകിട്ട് ഇറങ്ങിയത്. അപ്പൊ ഇനി ലേറ്റ് പോവും. ആന ഇറങ്ങിയ സീനാണ്. ചായ താഴെ പോയി കുടിക്കാനല്ലേ ആന പറയുന്ന. തിരിച്ചിട്ടോ കുറച്ചുകൂടെ മുമ്പ് നിർത്തി. ആ വെളിച്ചെല്ലോടത്ത് നിർത്തി. വണ്ടി കേടായതാ. ഞാൻ വണ്ടി ഓഫാക്കാൻ നിർത്തിയതാ. വെറുതെ പെട്രോളൊക്കെ എന്താ വില. ഇവിടെ നിൽച്ചാ മതിയോ? ഈ സൈഡിൽ നിർത്തണോ? ആനതി കൂടെ ഇറങ്ങി. ആനന്റെ തറവാടാണ് നല്ലത്. നിങ്ങള് കാണായിട്ടാണ് ഇടക്കൊക്കെ ഇതില വരണേ. വലിയ കേസ് കുഴങ്ങി ഊട്ടിയിലെത്തി. അയ്യോ ഇതെന്താ നിങ്ങളിങ്ങനെ വെളുത്തിക്കണേ തിളങ്ങണേ? അതൊക്കെ ഉണ്ടാവും. നാച്ചുറൽ ബ്യൂട്ടിയാണ്. നാച്ചുറൽ ബ്യൂട്ടി. എന്താല്ലേ എൻ്റെ ഒരു വീഡിയോ എടുത്താട്ടി. എനിക്ക് വീഡിയോ. അപ്പം എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ബാക്കി വ്ലോഗ് എടുക്കാം. വീഡിയോ ഇറങ്ങി പോവാം. ഇവിടെ നിൻ്റെ ഒരു ചെറിയൊരു റെയിൽ എടുത്തിട്ടുണ്ട്. ശരിയായിട്ടില്ല. 150 ടേക്ക് എടുത്തു. ശരിയാകുമ്പോ വണ്ടിക്കാര് വരും. വണ്ടിക്കാര് വരാത്തപ്പോ ശരിയാവൂല. കരിന്ന് കളിക്കാട്ടോ. ഓക്കെ സ്റ്റാർട്ടാക്കാതെ പോണ്. ശരിയാണ്. അപ്പൊ നമുക്ക് പോവാം. വ്യൂ പോയിന്റ്. അടിപൊളിയല്ലേ? നമുക്ക് ഫോട്ടോ എടുക്കണം. ചായ കുടിക്കാം. ഇരുട്ടായോണ്ട് ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നിർത്തിയില്ല. പുകയാണോ കോടയാണോ? പുക. എന്തേലും ഇട്ട് കത്തിച്ചതാ. ഇതിലാണ് കോട ഉണ്ടാക്കുന്ന ആൾക്കാർ. കേസെടുക്കണം. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ചായ കുടിക്കാൻ നാടുകാണി പോലും കാക്കൂന് പേടിയാണ് കേട്ടോ. വൈകുന്നേരം ആന വരും. ഇവിടെ പുലി വന്നിട്ട് പേടിച്ചിട്ടില്ല. ഹോട്ടൽ ഹിമാലയ ചായ കുടിക്കാൻ ഇങ്ങോട്ട് തന്നെ ആന മറിയിക്കുന്നു പോകും. എന്താ ചെയ്യാ?
അവർക്ക് നാടുകണിയിലെ ചാടിക്കല ഭാഗ്യമില്ല. രാത്രി ആയിപ്പോയി. ലൈറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. ലൈറ്റ് ഉണ്ടെങ്കിലും അവിടെ പോയിട്ട് കാര്യമില്ല. ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഓളെ ഞാൻ ഇട്ടിട്ട് വണ്ടി കൊണ്ട് ഞാൻ പോകേണ്ടി വരും. ചായ എല്ലാവർക്കും എല്ലാം വാങ്ങിട്ടില്ല. എന്ത് ചായ ആക്കും? ലൈറ്റ് ചായ. ലൈറ്റ് ആയ ലൈറ്റ് ഇട്ടതോ? അല്ല, ബൾബ് ഇട്ടത്. ലൈറ്റ് ചായ അറിയുമ്പോൾ കുറഞ്ഞ പാല്, കുറഞ്ഞ മധുരം, കുറഞ്ഞ കടുപ്പം. പിന്നെ ചായ കുടിച്ചണം. സെറ്റാണ്. കുറഞ്ഞ പാല്, കുറഞ്ഞ കടുപ്പം, കുറഞ്ഞ മധുരം. ഒരു കാലിച്ചായക്ക് പോയതാണ്. എന്താ പൊറാട്ട. ഇനി എന്താ വേണ്ടി? ബീഫും ചിക്കനൊന്നും പറയില്ല കേട്ടോ. അത് ശരിയാണ്. ബീഫും വേണമെങ്കിൽ കാക്കാ ബീഫുണ്ട് ഇവിടെ. കാക്കാനെ വിളിച്ചോടെ. ജോസ് കഴി. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? സിംഗിൾ പൊറോട്ട എന്ത് ഇത് പറഞ്ഞോ? ആ അതന്നെ, സിംഗിൾ പൊറോട്ട പറഞ്ഞാൽ അറിയില്ലാത്ത പൊറോട്ടയാണ്. ഇതിപ്പോത്തെ സിംഗിൾ പൊറോട്ട പറഞ്ഞാൽ ഒരു പൊറോട്ട. എന്താണ് അത് ശാസ്ത്രീയ വശം അങ്ങനെയാണ്. സിംഗിൾ പൊറോട്ട എന്ന് പറയാം. ഇത് കേൾക്കൂല. അതിനെ ഹോട്ടലിൽ കൊണ്ടുപോകില്ലല്ലോ. നമ്മൾ റെസ്റ്റോറൻറ്റിലല്ലേ കയറില്ല. കഴിഞ്ഞു. ഞാൻ പതുക്കെ കഴിക്കുള്ളൂ. ആസ്വദിച്ച് കഴിക്കണം. ചായ കുടിച്ച് ഞാൻ മൊരിഞ്ഞ പൊറോട്ടയാണ്. എനിക്ക് കറീൻ്റെ ആവശ്യമില്ല. സ്മൂത്തോ സോഫ്റ്റ്? അങ്ങനെയും പറയാം. സോഫ്റ്റോ? മുരിഞ്ഞത് സോഫ്റ്റാ? മൊരിഞ്ഞത് സോഫ്റ്റ് അല്ല. അങ്ങനെ കടിക്കുമ്പോൾ ക്രിസ്പി. ചായ കുടിച്ചു. ചായ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണ്. അവിടെ പോയാലും അറിയുന്ന പോലാണല്ലോ. വിട്ടാലോ? തരി പോയില്ലേ? എനിക്ക് പഠിക്കാനല്ലേ? അപ്പൊ എന്റെ വീട്ടിലേക്ക് വന്നേ. ആ അവിടെ പോയി ഉമ്മാനിപ്പാനും കണ്ടിട്ട് നേരെ പെരി പോവാം. പഠിച്ചണ്ടേ? പരീക്ഷ അല്ലേ? ഞങ്ങളങ്ങനെ വീഡിയോസ് ബ്ലോഗ് അങ്ങനെ ഇടാറൊന്നുമില്ല. ഷോർട്സാണ് കൂടുതലും ചെയ്യൽ ഷോർട്സാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടന് അമർത്തുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ചെയ്യണോണ്ട് നല്ല ഇടങ്ങേറുണ്ട്. പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഇതിലുണ്ടാവും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബ്ലോഗ് എടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം വീഡിയോയിലുണ്ടാവും. അപ്പോൾ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കാണും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങൾ വരും. ഇത് ശരിയാണ് വരെ ഞങ്ങളിങ്ങനെ വെറുപ്പിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.